ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവശാസ്ത്രത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചികിത്സക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ നോക്കാം. അതുപോലെ അതിൻ്റെ രോഗവും രോഗലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇത് ഒരു കളറ് പെട്ടെന്ന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ചികിത്സക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഇൻ്റർഫൈറോണുകളാണ്. ഇൻ്റർഫൈറോണുകൾ വൈറൽ രോഗങ്ങളാണ്. ഇതിൻ്റെ രോഗം ഏതാണ്? വൈറൽ രോഗങ്ങൾ. ഇൻസുലിൻ ചികിത്സക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് ഇൻസുലിൻ. ഇതിൻ്റെ രോഗം പ്രമേഹമാണ്. അതുപോലെ തന്നെ എൻഡോർഫിൻ ഉണ്ട്. എൻഡോർഫിൻ വേദനക്കാണ്. അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ വൈകല്യങ്ങളാണ് സൊമാറ്റോട്രോപ്പിൻ്റെ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗമെന്ന് പറയുന്നത്. ക്രോമസോമുകളിലെ DNA തന്മാത്രകളുടെ ഘടനയിലെ വ്യത്യാസം അടിസ്ഥാനമാക്കി വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്? ക്രോമസോമുകളിലെ DNA തന്മാത്രകളുടെ ഘടനയിലെ വ്യത്യാസം അടിസ്ഥാനമാക്കി വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പേരെന്താണ്? DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പേര് DNA പ്രൊഫൈലിംഗ് എന്നാണ്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പേര് DNA പ്രൊഫൈലിംഗ്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ് അലക് ജെഫ്രി. ആരാണ്? അലക് ജെഫ്രി 1984 കണ്ടുപിടിച്ചത്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപജ്ഞാതാവ് അലക് ജെഫ്രി. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പേര് DNA പ്രൊഫൈലിംഗ്. പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാനും കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും പ്രകൃതിക്ഷോഭം, യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്കു ശേഷം കണ്ടെത്തുമ്പോൾ തിരിച്ചറിയാനും സഹായകമായ സാങ്കേതിക വിദ്യ ഏതാണ്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. ഏതാണ്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ആരംഭിച്ചത് 1897 എവിടെയാണ് ആരംഭിച്ചത്? കൊൽക്കത്തയിൽ. ലോകത്തെ ആദ്യത്തെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ആരംഭിച്ചത് 1897 കൊൽക്കത്തയിലാണ്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തു അറിയപ്പെടുന്നത് ജീനോം എന്നാണ്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തു അറിയപ്പെടുന്നത് ജീനോം എന്നാണ്. മനുഷ്യനിൽ 46 ക്രോമസോമുകളിലായി കാണപ്പെടുന്ന ഏകദേശം 30,000 ജീനുകൾ ഉൾപ്പെട്ടതാണ് മനുഷ്യ ജീനോമിൽ 46 ക്രോമസോമുകളിലായിട്ട് ഏകദേശം 30,000 ജീനുകൾ ഉൾപ്പെടുന്നുണ്ട്. ജീനുകളിൽ പ്രവർത്തനക്ഷമമല്ലാത്തവ അറിയപ്പെടുന്നത് ജങ്ക് ജീനുകൾ എന്നാണ്. ജീനുകളിൽ പ്രവർത്തനക്ഷമമല്ലാത്ത അവ അറിയപ്പെടുന്നത് എന്താണ്? ജങ്ക് ജീനുകൾ എന്നാണ്. മനുഷ്യ ജീനോമിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താനായി ആരംഭിച്ച പദ്ധതിയാണ് മനുഷ്യ ജീനോം പദ്ധതി, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. മനുഷ്യ ജീനോമിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താനായി ആരംഭിച്ച പദ്ധതി മനുഷ്യ ജീനോം പദ്ധതിയാണ്. ഹ്യൂമൻ ജീനോം പദ്ധതി ആരംഭിച്ച വർഷം 1990. ഹ്യൂമൻ ജീനോം പദ്ധതി ആരംഭിച്ച വർഷം 1990. ഹ്യൂമൻ ജീനോം പദ്ധതി അവസാനിച്ച വർഷം 2003. ഹ്യൂമൻ ജീനോം പദ്ധതി അവസാനിച്ച വർഷം 2003. ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ ആദ്യത്തെ മേധാവി ജെയിംസ് വാട്സൺ ആണ്. ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ ആദ്യത്തെ മേധാവി ജെയിംസ് വാട്സൺ ആണ്. മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളുണ്ട്. മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളുണ്ട്. മനുഷ്യ DNA ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA വ്യത്യാസം. മനുഷ്യർ തമ്മിൽ എത്രയാണ് DNA വ്യത്യാസം? 0.2. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമാണ്. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ എന്തിന് സമാനമാണ്? ബാക്ടീരിയയുടേതിന് സമാനമാണ്. ഭൂമുഖത്തുള്ള 15 മില്യൺ ജീവജാലങ്ങളുടെ ജനിതക ഘടന പഠിക്കുന്നതിനായി ഗവേഷകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബൃഹത് പദ്ധതി എർത്ത് ബയോജെനോം പ്രോജക്റ്റ് ആണ്. ഭൂമുഖത്തുള്ള 15 മില്യൺ ജീവജാലങ്ങളുടെ ജനിതക ഘടന പഠിക്കുന്നതിനായി ഗവേഷകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് എർത്ത് ബയോജീനോം പ്രോജക്റ്റ്. പൂർണ്ണമായി ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ജീവിയാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. പൂർണ്ണമായി ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ജീവി ഏതാണ്? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഏതാണ്? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. പൂർണ്ണമായും ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ വൃക്ഷം ഏതാണ്? പോപ്ലാർ ആണ്. പൂർണ്ണമായും ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ വൃക്ഷം പോപ്ലാർ ആണ്.
ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ജനിതക മാപ്പിംഗ് ആണ്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക മാപ്പിംഗ്. ലോകത്തിൽ ആദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കാനായി ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്തസാമ്പിളുകളാണ്? ജെയിംസ് വാട്സൻ്റെ രക്തസാമ്പിളുകളാണ് ജനിതക മാപ്പ് തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആദ്യമായി ജീനിനെ കൃത്യമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹർഗോവിന്ദ് ഖൊരാനയാണ്. ആദ്യമായി ജീനിനെ കൃത്യമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഹർഗോവിന്ദ് ഖൊരാന. വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ ഹർഗോവിന്ദ് ഖൊരാനയാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? ഹർഗോവിന്ദ് ഖൊരാന. ജീനോമിൽ നിന്നും രോഗകാരികളായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനിതക രോഗത്തിൽ നിന്നും രക്ഷ നേടുന്ന ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി അഥവാ ജീൻ ചികിത്സ. ജീനോമുകളിൽ നിന്നും രോഗകാരികളായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനിതക രോഗത്തിൽ നിന്നും രക്ഷ നേടുന്ന ചികിത്സാ രീതി ജീൻ ചികിത്സയാണ്. ആദ്യമായി വേർതിരിച്ച ജീൻ ലാക് ജീനാണ്. ഈക്കോളി എന്ന ബാക്ടീരിയയിൽ നിന്നും ലാക് ജീനാണ് ആദ്യമായിട്ട് വേർതിരിച്ച ജീൻ. ജീനോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് സാങ്ങർ ആണ്. ജീനോമിക്സിൻ്റെ പിതാവ് ആരാണ്? ഫ്രെഡറിക് സാങ്ങർ. അദ്ദേഹത്തിന് 2 തവണ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ ഏതാണ്? ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ച എണ്ണ കുടിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗുകൾ. ആരാണ്? സൂപ്പർ ബഗുകൾ. മനുഷ്യ ശരീരത്തിന് വെളിയിൽ ആദ്യമായി നിർമ്മിച്ച ഇൻസുലിൻ ഹ്യൂമുലിൻ. മനുഷ്യ ശരീരത്തിന് വെളിയിൽ ആദ്യമായി നിർമ്മിച്ച ഇൻസുലിൻ ഹ്യൂമുലിൻ ആണ്. എലി ലില്ലി എന്ന അമേരിക്കൻ കമ്പനിയാണ് ജനിതക എഞ്ചിനീയറിംഗിൻ്റെ സഹായത്തോടെ ആദ്യമായി ഹ്യൂമുലിൻ തയ്യാറാക്കിയത്. എലി ലില്ലി എന്ന അമേരിക്കൻ കമ്പനിയാണ് ജനിതക എഞ്ചിനീയറിംഗിൻ്റെ സഹായത്തോടെ ആദ്യമായിട്ട് ഹ്യൂമുലിൻ തയ്യാറാക്കിയത്. ഇൻഫോ പ്ലസിലേക്ക് നോക്കാം. ജനിതക മാറ്റം വരുത്തിയ ലോകത്തിലെ ആദ്യത്തെ ഇരട്ടകളാണ് ലുലു, നാന. ചൈനയിൽ നിന്നുള്ള ലുലു, നാന. ജനിതക മാറ്റം വരുത്തിയ ലോകത്തിലെ ആദ്യ ഇരട്ടകൾ ലുലു, നാന. ഇരട്ടകൾക്ക് ജനിതകമാറ്റം വരുത്തുവാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ ക്രിസ്പർ കാസ്9 ജീൻ എഡിറ്റിംഗ് ടെക്നോളജി. ഇരട്ടകൾക്ക് ജനിതകമാറ്റം വരുത്തുവാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ ക്രിസ്പർ കാസ്9 ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. ജീൻ ബാങ്ക്. ജനിതക സാമഗ്രികൾ സംരക്ഷിക്കപ്പെടുന്നത് ജീൻ ബാങ്ക് ആണ്. ജനിതക സാമഗ്രികൾ സംരക്ഷിക്കപ്പെടുന്നത് ജീൻ ബാങ്ക് ആണ്. സസ്യങ്ങളുടെ വൈവിധ്യം നിലനിർത്താൻ സഹായിക്കുന്നതും ജീൻ ബാങ്ക് ആണ്. സസ്യങ്ങളുടെ വൈവിധ്യം നിലനിർത്താൻ സഹായിക്കുന്നത് ജീൻ ബാങ്ക് ആണ്. ജീൻ ബാങ്കുകളിൽ സംരക്ഷിക്കുന്ന സസ്യജനിതക സാമഗ്രികൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? ജീൻ ബാങ്കുകളിൽ സംരക്ഷിക്കുന്ന സസ്യജനിതക സാമഗ്രികൾക്ക് ഉദാഹരണം വിത്തുകൾ, ടിഷ്യൂ കൾച്ചർ, തൈകൾ, മരവിപ്പിച്ച കാണ്ഡങ്ങൾ എന്നിവയാണ്. വിത്തുകൾ, ടിഷ്യൂ കൾച്ചർ, തൈകൾ, മരവിപ്പിച്ച കാണ്ഡങ്ങൾ എന്നിവയാണ് ജീൻ ബാങ്കുകളിൽ സംരക്ഷിക്കുന്ന സസ്യജനിതക സാമഗ്രികൾ. വിത്ത് ബാങ്കുകളിൽ വിത്തുകൾ സംഭരിക്കുന്നത് വളരെ താഴ്ന്ന ഊഷ്മാവിലാണ്. വിത്ത് ബാങ്കുകളിൽ വിത്തുകൾ സംഭരിക്കുന്നത് എങ്ങനെയാണ്? വളരെ താഴ്ന്ന ഊഷ്മാവിൽ. ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് ബാങ്ക് മില്ലേനിയം സീഡ് ബാങ്ക് ലണ്ടൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് ബാങ്ക് ഏതാണെടോ? മില്ലേനിയം സീഡ് ബാങ്ക് ലണ്ടൻ. ബീറ്റി. വഴുതനങ്ങയിലെ ബീറ്റിയുടെ പൂർണ്ണരൂപം ബാസിലസ് തുറിഞ്ചിയൻസിസ്. എന്താണ്? നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ. ബീറ്റി വഴുതനങ്ങയിലെ ബീറ്റിയുടെ പൂർണ്ണരൂപം എന്താണ്? ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്നാണ് അല്ലേ. ക്ലോണിങ് നമ്മൾ കുറേ കേട്ടിട്ടുള്ള സംഭവം അല്ലേ. ക്ലോണിങ്. ഇതിൻ്റെ പിതാവാരാ? ഇയാൻ വിൽമുട്ടാണ്. പിതാവാരാണ്? ഇയാൻ വിൽമുട്ട്. ക്ലോണിങ്ങിലൂടെ ആദ്യ ജീവിയെ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? സ്കോട്ട്ലാൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ടും ക്ലോണിങ്ങിലൂടെ ആദ്യ ജീവിയെ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സ്കോട്ട്ലാൻഡിലാണ്. സ്കോട്ട്ലാൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. മറക്കൂലോ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ജീവി ഏതാണ്? അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ആരായിരുന്നു? ഡോളി എന്ന ചെമ്മരിയാട് അല്ലേ. എന്നായിരുന്നു അത്? 1996 അല്ലേ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ജീവി 1996 ഡോളി എന്ന ചെമ്മരിയാടാണ് അല്ലേ. 2003 ഫെബ്രുവരി 14 ഡോളിയെ ദയാവധത്തിന് വിധേയമാക്കി. 2003 ഫെബ്രുവരി 14 ഡോളിയെ എന്തിനു വിധേയമാക്കി? ദയാവധത്തിന് വിധേയമാക്കി. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച മറ്റു ജീവികൾ നോക്കിയാലോ. എരുമ. എരുമയുടെ പേര് സാംരൂപ എന്നായിരുന്നു. സംരൂപ. നായ സ്നെപ്റ്റി. കുരങ്ങ് ടെട്ര. കുതിര പ്രൊമിത്യ. ഒട്ടകം ഇൻജാസ്. എലി റാൽഫ്. ചുണ്ടലി കുങ്കുമുലിന. ഒന്നും കൂടെ നോക്കണോ. ആദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച മറ്റു ജീവികൾ
എരുമ, സംരൂപ, നായ, സ്നെപ്പി, കുരങ്ങ്, ടെട്ര, കുതിര, പ്രൊമിത്യ, ഒട്ടകം, ഇൻജാസ്, എലി, റാൽഫ്, ചുണ്ടലി, കുമുലിന. ലോകത്ത് ആദ്യമായി ക്ലോണിങ്ങിലൂടെ എരുമക്കിടാവ് ജനിച്ച രാജ്യം ഇന്ത്യയിലാണ്. ലോകത്ത് ആദ്യമായി ക്ലോണിങ്ങിലൂടെ എരുമക്കിടാവ് ജനിച്ച രാജ്യം ഇന്ത്യ ആണ്. ഷാങ്ഹായിലെ ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ ഗവേഷകൻ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ജനിതക സാമ്യമുള്ള 2 കുരങ്ങുകൾ ഏതൊക്കെയാണ്? സോങ്ങും ഹുവയുമാണ്. ഷാങ്ഹായിലെ ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ ഗവേഷകൻ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ജനിതക സാമ്യമുള്ള 2 കുരങ്ങുകൾ എന്താണ്? കുരങ്ങുകളാണ്. അപ്പോൾ ഇവരെന്ത് പാട്ടാ പാടാ? സോങ് അല്ലേ? അപ്പോൾ മർക്കൂലാല കുരങ്ങുകളുടെ പേരൊന്ന് സോങ്ങും അപ്പോൾ മറ്റാളെന്ത് പറയും? ഹുവ എന്നും പറയും. ഈ 2 കുരങ്ങുകൾ സോങ്ങും ഹുവയും. ജനിതക സാമ്യമുള്ള കുരങ്ങുകളെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ ഏതാണ്? സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ, SCNT. ജനിതക സാമ്യമുള്ള കുരങ്ങുകളെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ SCNT. ഇതിൻ്റെ ഫുൾ ഫോം സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഒന്ന് നോക്കാം. എയിലെ ബന്ധം മനസ്സിലാക്കി ബി പൂരിപ്പിക്കുക. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക്. അതെന്താണ്? പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക്. അപ്പോൾ മാതാപിതാക്കളുടെ അതേ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കിട്ടുന്നത് പാരമ്പര്യമാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷത സന്താനങ്ങളിലേക്ക് കിട്ടുന്നതോ അത് വ്യതിയാനമാണ് അല്ലേ? അപ്പം മറ്റേത് തമ്മിൽ നല്ല ബന്ധമാണ്. ഇതോ വ്യത്യാസം വ്യതിയാനമാണ് അല്ലേ? ചുവടെ തന്നിരിക്കുന്നവയിൽ RNAയുടെ ഇഴയാകാൻ സാധ്യതയുള്ളത് ഏതാണ്? RNAൻ്റെ A കൊടുത്തിട്ടുണ്ട്, ATGCC AT കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ RNAയുടെ ഇഴയാകാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ D AUGGCCAG ആണ് അല്ലേ? DNA തന്മാത്രയുടെ ചുറ്റുകോമണി മാതൃക പ്രകാരം ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാണ് കേട്ടോ ചുറ്റുകോമണി മാതൃക. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അപ്പോൾ അതിൽ കൊടുത്തതിൽ അങ്ങനെ കുറച്ച് പ്രസ്താവനകളായിട്ട് കൊടുത്തിരുന്നു അല്ലേ? ഒരു ഗോവണി പോലെ കൊടുത്തിരുന്നു. അത് ആ ഒരു പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. DNA തന്മാത്രയിൽ നൈട്രജൻ ബേസുകൾ അടങ്ങിയിട്ടുണ്ട്. DNAയിൽ 3 ഇനം നൈട്രജൻ ബേസുകൾ കാണപ്പെടുന്നു. ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത് DNAയിൽ കാണപ്പെടുന്ന എല്ലാ നൈട്രജൻ ബേസുകളും RNAയിലും കാണപ്പെടുന്നു എന്നാണ്. ഓപ്ഷൻ ഡി നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് DNAയുടെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നിങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എയും ഡിയും ശരിയാണ്. ശരിയായത് ഏതൊക്കെയാണ്? DNA തന്മാത്രയിൽ നൈട്രജൻ ബേസുകൾ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് DNAയുടെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രണ്ടുമാണ് ഈ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ DNA തന്മാത്രയുടെ ചുറ്റുകോവണി മാതൃക പ്രകാരം നൽകിയിട്ടുള്ള പ്രസ്താവന. സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായ മുഖ്യ പ്രക്രിയയാണ് ബീജസംയോഗം. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഏറ്റവും യോജിച്ച കാരണങ്ങൾ കണ്ടെത്തി എഴുതുക. സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായ മുഖ്യ പ്രക്രിയയാണ് ബീജസംയോഗം. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഏറ്റവും യോജിച്ച കാരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ തന്നിട്ടുള്ളത് ബീജസംയോഗം ഉൽപരിവർത്തനത്തിന് കാരണമാകുന്നു. ഓപ്ഷൻ ബി ബീജസംയോഗം ക്രോമസോമുകളുടെ മുറിഞ്ഞു മാറലിന് കാരണമാകുന്നു. ഓപ്ഷൻ സി ബീജസംയോഗം അലീൽ ചോർച്ചയിൽ മാറ്റമുണ്ടാക്കുന്നു എന്നിവയാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ബീജസംയോഗം അലീൽ ചോർച്ചയിൽ മാറ്റമുണ്ടാക്കുന്നു എന്നാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ ഇടുന്നതിൽ ഗ്രിഗർ മെൻഡലിന് സഹായകമായ വസ്തുതകൾ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ റീഡ് ചെയ്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത് കേട്ടോ. ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ ഇടുന്നതിൽ ഗ്രിഗർ മെൻഡലിന് സഹായകമായ വസ്തുതകൾ മാത്രം തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞത്. എ വർഗസങ്കരണ പരീക്ഷണങ്ങൾ, ബി DNA-യുടെ ഘടന കണ്ടെത്തൽ, സി പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിക്കൽ, ഡി ക്രോമസോമുകളുടെ ഘടന കണ്ടെത്തൽ. അപ്പോൾ ഗ്രിഗർ മെൻഡലിന് അടിത്തറയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആ ഒരു വസ്തുതകളാണ് ശരിയായ വസ്തുതകൾ. ഏതാണ്? വർഗസങ്കരണ പരീക്ഷണങ്ങളും ഓപ്ഷൻ സി ആയിട്ടുള്ള പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിക്കലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരമാവുകയാണെങ്കിൽ ഈ ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.